പാക് വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശമുണ്ടായതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ F-16, J-17 ഉൾപ്പെടെയുള്ള ഒട്ടേറെ യുദ്ധവിമാനങ്ങൾ തകരുകയും ചെയ്തു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു സ്ക്വാഡ്രൺ ലീഡറും 4 വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ 50-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിനും മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. പുരുഷന്മാർക്കും സ്ക്രീനിംഗ് നടത്തും. ഫെബ്രുവരി 4 ആരംഭിച്ച ക്യാമ്പയിനിൽ 15.5 ലക്ഷത്തോളം സ്ത്രീകളാണ് സ്ക്രീനിംഗ് നടത്തിയത്. തുടർ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കി 242 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളും സ്ക്രീനിങ്ങിനുണ്ട്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 4 മണി മുതൽ സമർപ്പിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റായ hscap.kerala.gov.in വഴി അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. 20 വരെ അപേക്ഷിക്കാവുന്നതാണ്. 24-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. 10-ന് 2ാം അലോട്ട്മെന്റും 16-ന് 3ാം അലോട്ട്മെന്റും നടത്തും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രിമാരായ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. 19 വരെയാണ് പൂജകൾ നടക്കുക. ദിവസവും ഉദയാസ്തമന പൂജ, പടിപൂജ, കളകാഭിഷേകവും വിശേഷൽ വഴിപാടായി നടത്തും. ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്കായി എത്തുന്ന ഭക്തർക്ക് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉമ്മത്തിങ്കായ കഴിച്ച വയോധിക മരിച്ചു. അടിമാലി സ്വദേശിയായ 89 വയസ്സുള്ള ഏലിക്കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് വീട്ടിൽ വെച്ച് അബദ്ധത്തിൽ ഉമ്മത്തിങ്കായ കഴിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.